ഹലോ, അപ്പോൾ എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദാ ഞങ്ങളിതേ മുയലിനെ മേടിച്ച കഥയാട്ടോ ഇത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മുയലിനെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് എന്ത് തരം പെറ്റിനെ വളർത്താനാണ് ആഗ്രഹം? ഞങ്ങൾ ആദ്യം ലവ് ബേർഡ്സിനെ ആട്ടോ വളർത്തിയത്. അതിൻ്റെ കൂടാട്ടോ ഈ കാണുന്നത്, അതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ. ലവ് ബേർഡ്സ് കുറേ നാൾ കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം ഞങ്ങൾ വളർത്തി. കൂടെല്ലാം ദ്രവിച്ച് നശിച്ചു. അതിന് വേറെ കമ്പിയൊക്കെ ഞങ്ങൾ വെച്ചു കൊടുത്തെങ്കിലും ഒന്നും രക്ഷയുണ്ടായിരുന്നില്ല. ദ്രവിച്ച് അവസാനം ഏതോ ഒരു പൂച്ച വന്ന് 2 തട്ട് തട്ടിയപ്പോൾ ആ കൂട് പൊളിഞ്ഞ് പീസായിപ്പോയി. എന്നിട്ട് ആ പൂച്ച അകത്ത് കയറി കിളികളെ മൊത്തം തിന്നു. അങ്ങനെ ഞങ്ങളുടെ ലവ് ബേർഡ്സിൻ്റെ പരിപാടി അതോടുകൂടി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ച അടുത്ത പരിപാടിയാണ് മുയലിനെ വളർത്തുക എന്നുള്ളത്. മുയലാകുമ്പോൾ നല്ല ക്യൂട്ടാണ്, വലിയ ഉപദ്രവമില്ല, എങ്ങോട്ട് ഓടിപ്പോവില്ല, നമുക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും പറ്റിയ ഒരാളാണ്. ഇനി ഇതൊന്നുമല്ല, വേറെ ആർക്കും ശല്യമാവില്ല, അടുത്ത വീട്ടുകാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇതുമല്ല, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ ഭയങ്കര എളുപ്പമുള്ളൊരു മൃഗമാണ് മുയൽ എന്നുള്ള നഗ്നസത്യം ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ മുയലിനെ തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കൂടിന് മേക്ക് ഓവർ കൊടുത്തു. ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദിലീപ് എന്ന് വിളിക്കുന്ന ജിതിനാണ് കൂടിന് മേക്ക് ഓവർ കൊടുത്ത് അടിപൊളിയാക്കി. ഇവിടെ ആയിരുന്നിട്ട് ഞങ്ങളുടെ ലവ് ബേർഡ്സിൻ്റെ കൂട് നേരത്തെ കിടന്നത് ഈ കിച്ചണിൻ്റെ സൈഡിലുള്ള വാളിൽ തൂക്കിയിട്ടേക്കുമായിരുന്നു. പക്ഷേ അവിടെ മുയലിനെ ഇട്ടില്ല. കാരണം മുയലിൻ്റെ പൂടെയും വേസ്റ്റൊക്കെ ആയിട്ട് ഭയങ്കര സ്മെല്ലാവുമെന്ന് പേടിച്ചിട്ട് ഇച്ചിരി മാറ്റി തൂക്കിയിട്ടു കേട്ടോ. ഞങ്ങളുടെ മുയലുകൂട്ടന്മാർ 3 എണ്ണം ഉണ്ട്. 3 പെൺമുയലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവിടെ വേറെ മുയലൊന്നും ഇല്ലായിരുന്നു, 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 3 പെണ്ണിനെ കിട്ടി. നല്ല സുന്ദര കുട്ടന്മാർ. അയ്യോടാ, എന്ത് രസമാണെന്നറിയാമോ? പൊട്ടൊക്കെ തൊട്ട് കൊടുത്തായിരുന്നു, കാണുന്നില്ല. 2 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ, ഒത്തിരി വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നന്നായിട്ട് ഇണങ്ങിയിരിക്കുന്ന മുയലാണ്. അവർ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് തന്നു വിട്ടല്ലേ, ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാൽ. പക്ഷേ ഒത്തിരി റേറ്റും ആയിട്ടില്ല കേട്ടോ. 3 എണ്ണത്തിന് 500 രൂപ വീട്ടുകാർ മേടിച്ചുള്ളൂ. അത് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് ഇത് ഭയങ്കര ജീവനായിരുന്നു. പക്ഷേ അവർക്ക് ഒഴിവാക്കിയേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ്. മുയലിന് പുല്ല് വെട്ടുക എന്നുള്ള മെയിൻ ജോലി ഞാൻ തന്നെയാണ് ഏറ്റെടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് പറ്റില്ല, ഞാൻ ഇടയ്ക്കെങ്ങാനും തിരക്കായി പോവുകയാണെങ്കിൽ അച്ഛനും അമ്മയും ചേട്ടനൊക്കെ മുയലിന് പുല്ല് വെട്ടി കൊടുക്കും. എല്ലാ ടൈപ്പ് പുല്ലും മുയൽ കഴിച്ചോളും. പിന്നെ ചോറുണ്ണും. അത് ഭയങ്കര സന്തോഷമാണ്. ചോറ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, പുല്ല് കൊടുക്കുക, ഇതാണ് മെയിൻ ജോലിയുള്ളൂ. വലിയ പാടൊന്നും ഇല്ല കേട്ടോ മുയലിനെ വളർത്തുന്നത് ഞാൻ നോക്കിയിട്ട്. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുയലിനെ വളർത്തി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നെ. ഇതിന് എന്ത് തരം അസുഖങ്ങളാണ് പെട്ടെന്ന് കോമൺ ആയിട്ട് വരുന്നതെന്നുള്ളത്, അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ, പിന്നെ കുഞ്ഞുണ്ടാകുമ്പോഴുള്ള കാര്യങ്ങൾ, കുഞ്ഞുണ്ടാവുമായിരിക്കും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. ഞങ്ങളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ചാനലിൽ മുയൽ വളർത്തൽ മാത്രമല്ല, എനിക്ക് കുറച്ച് ക്രാഫ്റ്റ് പരിപാടികൾ, അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷനുകളുടെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചാനൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ, താങ്ക്